9ാം ക്ലാസ്സിലെ 2024 ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പർ. ഇഖ്റ അൽ അബിയാത്ത വഖ്തർ മായലി. താഴെയുള്ള ബൈത്തുകൾ, വരികൾ വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താം. ഇദാമാ ശിഅ്ത അൻ തഹിയ സലീമൻ. നീ ആരോഗ്യത്തോടെ ജീവിക്കാൻ ഉദ്ദേശിച്ചാൽ വതുംദി ദർബ ഉംറിക മുസ്തഖീമൻ. നിന്റെ ജീവിതം നേരായ രൂപത്തിൽ ചിലവഴിക്കാൻ നീ ഉദ്ദേശിച്ചാൽ ഫഖുദ് ബഅദൻ നസാഇഹി മിൻ തബീബിൻ. ഡോക്ടറിൽ നിന്നും ചില ഉപദേശങ്ങൾ നീ സ്വീകരിക്കണം. ബിതത്ബീബിൽ വറാ അദ്ഹ ഫഹീമൻ. ഡോക്ടർ രോഗികളെ, മനുഷ്യരെ ചികിത്സിക്കുന്നത് കാരണം മനുഷ്യരെക്കുറിച്ചും മനുഷ്യ ശരീരത്തെക്കുറിച്ചുമൊക്കെ നല്ല വലിയ അറിവുള്ളവരായി തീർന്നിട്ടുണ്ട് ഡോക്ടർമാർ. ഇദാമാ കുൻത ദാ ജിസ്മിൻ സലീമിൻ. നിനക്ക് ആരോഗ്യമുള്ള ശരീരമുണ്ടെങ്കിൽ സതുഅ്ത ഹകദ അഖ്ലൻ സലീമൻ. നിനക്ക് ആരോഗ്യമുള്ള ബുദ്ധിയും ലഭിക്കുന്നതാണ്. ഇത് ഇനി ചോദ്യങ്ങൾ നോക്കാം. ജംഉ നസീഹത്ത്. നസീഹത്ത് എന്ന പദത്തിന്റെ ജം എന്താണ്? ഉപദേശം. അതിന്റെ ജമ്മാണ് ഇവിടെയുള്ള നസാഇഹ്. ഓക്കെ. ഇനി ലിദ്ദു സഖീം. സഖീം എന്ന രോഗി, അതിന്റെ ലിദ് ഓപ്പോസിറ്റ് എന്താണ്? സഖീമിന്റെ ഓപ്പോസിറ്റ് സലീം. രോഗമുള്ളവനാണ് സഖീം, അല്ലെ? ആരോഗ്യ. സലീം മീൻസ് ആരോഗ്യമുള്ളവൻ. ഇനി മുഫ്രദ് അത്തിബ. അത്തിബിന്റെ മുഫ്രദ് എന്താണ്? ത്വബീബ്, ഡോക്ടർ. അതിന്റെ ജമ്മാണ് അത്തിബ. അടുത്തത് ഇഖ്തർ സതുറൻ യദുല്ലു അലാ അൽ അഖലു സലീമു ഫിൽ ജിസ്മി സലീമി. ആരോഗ്യകരമായ ബുദ്ധി ആരോഗ്യകരമായ ശരീരത്തിലാണ് എന്ന് സൂചിപ്പിക്കുന്ന വരി കണ്ടെത്തണം. അതേതാണ്? 3ാമത്തെ വരി, അല്ലേ? ഇദാമാ കുൻത ദാ ജിസ്മിൻ സലീമൻ സതുഅ്ത ഹകദ അഖ്ലൻ സലീമൻ. ഇനി മാ മൗദൂഉൽ അബിയാത്ത്. ഈ വരികളുടെ വിഷയം എന്താണ്? അസ്സിഹത്ത്, ആരോഗ്യമാണ് വിഷയം. ഓക്കെ. ഇനി അജിബ് അൻ ഇസ്നൈനി ഫഖത്ത്. 2 എണ്ണത്തിന് മാത്രം ഉത്തരം എഴുതുക. ലാഹിൽ മിസാല. ഉദാഹരണം നോക്കുക. വ അഇദ്ദ ബലാഗൻ ലി വുസൂലി തുല്ലാബി ഇലാ ഖാഅത്തിൽ മദ്രസത്തി. എന്നിട്ട് വിദ്യാർത്ഥികൾ സ്കൂളിന്റെ ഹാളിൽ എത്തിച്ചേരാൻ വേണ്ടിയുള്ള ഒരു ബലാഗ്, ഒരു അറിയിപ്പ് തയ്യാറാക്കുക. എന്തിനു വേണ്ടിയാണ് എത്തിച്ചേരുന്നത്? ലി ഹഫ്ലത്തി യൗമിൽ ലുഗത്തിൽ അറബിയ. അറബി ഭാഷാ ദിന പരിപാടിക്ക് വേണ്ടി ഹാളിൽ എത്തിച്ചേരാൻ വേണ്ടി. അതിന് ഒരു ഉദാഹരണമായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് മറ്റൊരു അറിയിപ്പാണ്. അതിൽ ഈ അറിയിപ്പ് തന്നെ എന്ത് ചെയ്താൽ മതി? അവസാന ഭാഗം ഈ അറബി ഭാഷാ പരിപാടിയുടെ എന്ന് ചേർത്താൽ മതി. നോക്കാം. യുർജാ മിനദ് ദാരിസീന അൽ ഹുളൂർ. വിദ്യാർത്ഥികൾ എത്തിച്ചേരുക, ഹാജരാവുക. ഫി സാഹത്തിൽ മദ്രസത്തി. സ്കൂൾ ഹാളിൽ, സ്കൂൾ മുറ്റത്ത്. സാഹത്ത് മീൻസ് മുറ്റം. ലി താബൂരി സ്വബാഹി. അസംബ്ലിക്ക് വേണ്ടി. സുർഅത്തൻ, പെട്ടെന്ന്. അസംബ്ലിക്ക് വേണ്ടി വിദ്യാർത്ഥികളെല്ലാം സ്കൂൾ മുറ്റത്ത് എത്തിച്ചേരുക എന്നതാണ് ഈ അറിയിപ്പ്. അപ്പൊ നമ്മളിവിടെ അതേ അറിയിപ്പ് തന്നെ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ മതി. യുർജാ മിനദ് ദാരിസീന. വിദ്യാർത്ഥികളോട് യുർജാ മിനദ് ദാരിസീന അൽ ഹുദൂറ. വിദ്യാർത്ഥികൾ എത്തിച്ചേരുക. എവിടെ? ഇവിടെ ഖാഅത്തുൽ മദ്രസ എന്ന ഉള്ളത്, അല്ലെ? സ്കൂൾ ഹാൾ. അപ്പോൾ യുർജാ മിനദ് ദാരിസീന അൽ ഹുദൂറ ഇലാ ഖാഅത്തിൽ മദ്രസത്തി. സ്കൂൾ ഹാളിൽ എത്തിച്ചേരുക. എന്തിനു വേണ്ടി? ലി ത്വാബൂരി സ്വബാഹി എന്നാണ് ഇവിടെ ഉള്ളത്, അസംബ്ലിക്ക് വേണ്ടി. അത് നമ്മൾ മാറ്റിയിട്ട് ലി ഹഫ്ലത്ത് യോമിൽ ലോകത്തിൽ അറബിയ, അറബി ഭാഷ ദിന പരിപാടിക്ക് വേണ്ടി സ്കൂൾ ഹാളിൽ എത്തിച്ചേരുക എന്ന് എഴുതുക. ഇനി അക്മിൽ ബിൽ മുനാസിബ്. അനുയോജ്യമായതെടുത്ത് പൂരിപ്പിക്കണം. ഡേഷ് അൻ തജ്ലിസമായി കലീലൻ. ഇവിടെ മിൻ ഫളിക്കേണ്ട മുംകിനുണ്ട്, കാനുണ്ട്. മുംകിൻ എന്നതാണ് ശരി. മുംകിൻ അൻ തജ്ലിസമായി കലീലൻ. നിനക്ക് എൻ്റെ കൂടെ അല്പസമയം ഇരിക്കാൻ കഴിയും, അതാണ് മുംകിൻ. മിൻ ഫളിക എന്നത് നമ്മളൊരു കാര്യം ഒരാളോട് ചോദിക്കുന്നതാണല്ലേ, അത് തരുമോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാമോ എന്ന്. അതവിടെ യോജിക്കുകയില്ല. ഇനി ഖാല റാഷിദുൽ ലിസാഇക്ക്. റാഷിദ് ഡ്രൈവറോട് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ഇവിടെ മിൻ ഫളിക വെച്ച് നോക്കൂ. മിൻ ഫളിക ഉരീദു സയ്യാറ. എനിക്ക് സയ്യാറത്ത് വേണം, എനിക്ക് കാറ് വേണമായിരുന്നു. അതായത് എൻ്റെ കൂടെ
പോരണം എന്ന് പറയാൻ വേണ്ടിയാണ് മിൻ ഫദ്ലിക അവിടെ ഉപയോഗിച്ചത്. നമ്മൾ എന്തെങ്കിലും ഇങ്ങോട്ടേക്ക് ആവശ്യപ്പെടുന്നു, നമുക്ക് വേണ്ടി ആവശ്യപ്പെടുകയാണെങ്കിൽ, എന്തെങ്കിലും വാങ്ങുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ മിൻ ഫദ്ലിക എന്ന് പറയണം. നമ്മൾ എന്തെങ്കിലും അങ്ങോട്ട് കൊടുക്കുകയാണെങ്കിലോ തഫല്ലൽ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കണം. ഇനി ആയത്ത താലിയക്കൻ ലിസൂറത്ത്, ഈ ചിത്രത്തിനൊരു താലിയക്ക, ഒരു കമന്റ്, ഒരു അടിക്കുറിപ്പ് എഴുതുക. ഇവിടെ അസ്സിഹത്തു നിഅമത്തുൻ എന്ന് എഴുതിയിട്ടുണ്ട് അല്ലെ. ഇതേപോലെ എന്തെങ്കിലും എഴുതിയാൽ മതി. ആരോഗ്യം അനുഗ്രഹമാണ്, അല്ലെങ്കിൽ അത്തദ്രീബു അദ്ദായിമു, സ്ഥിരമായുള്ള പരിശീലനം, യുഅദ്ദി ഇലൻ നജാഹി, വിജയത്തിലേക്ക് നയിക്കും. അങ്ങനെ എന്തെങ്കിലും അടിക്കുറിപ്പ് എഴുതുക. അജിബ് അൻ സിത്തത്തിൻ ഫഖത്ത്, 6 എണ്ണത്തിന് മാത്രം ഉത്തരം എഴുതുക. ഒന്ന്, ഉക്തുബ് മുദക്കിറത്തൻ ലിദ്ദൽ ഹർബി, യുദ്ധത്തിനെതിരെ ഒരു കുറിപ്പ് തയ്യാറാക്കുക, എഴുതുക. ബി മുസാഅദത്തിൻ നിഖാത്തി, താഴെയുള്ള പോയിന്റുകളുടെ സഹായത്തോടെ. എന്തൊക്കെയാണ് താഴെയുള്ളത്? അൽ ഹയാത്ത് ഫിസ് സലാമി, സമാധാനത്തിലുള്ള ജീവിതം. ലൈസത്തിൽ ഹർബ് ഹല്ലൻ, യുദ്ധം ഒരു പരിഹാരമല്ല. അൽ അത്ഫാലു വൻ നിസാ, കുട്ടികളും സ്ത്രീകളും. അളറാറുൻ കസീറത്തുൻ, ധാരാളം ഉപദ്രവങ്ങൾ. അൽ ഉഖവത്ത് വൽ മവദ്ദത്ത്, സ്നേഹവും സാഹോദര്യവും. നഅമലുൽ ഇസ്ലാം, നമ്മൾ സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. ഇതൊക്കെ വെച്ചുകൊണ്ട് എങ്ങനെ ഒരു കുറിപ്പ് തയ്യാറാക്കാമെന്ന് നോക്കാം. തൻതശിറുൽ ഹർബ് ഫി അസ്രിനാ ഹാദാ, നമ്മുടെ ഈ കാലഘട്ടത്തിൽ യുദ്ധം വ്യാപിക്കുകയാണ്, ഒരുപാട് യുദ്ധങ്ങൾ നടക്കുകയാണ്. ലാക്കിൻ, ഇതവിടെ കൊടുത്ത സെന്റൻസ് ആണല്ലേ, തുടക്കം. ലാക്കിൻ, പക്ഷേ, നഹ്നു ജമീഅൻ നുരീദുൽ ഹയാത്ത ഫി സലാമിൻ വഹുദൂഇൻ, എന്നാൽ നമ്മളെല്ലാവരും ശാന്തതയിലും സമാധാനത്തിലുമുള്ള ജീവിതമാണ് ഉദ്ദേശിക്കുന്നത്. നഹ്നു ജമീഅൻ നുരീദ്, നമ്മളെല്ലാവരും ഉദ്ദേശിക്കുന്ന അൽ ഹയാത്ത, ജീവിതം, ഫി സലാമിൻ വഹുദൂഇൻ, ശാന്തതയിലും സമാധാനത്തിലുമുള്ള ജീവിതം. ലി അന്നൽ ഹർബ ലൈസത്ത് ഹല്ലൻ, കാരണം യുദ്ധം ഒരു പരിഹാരമല്ല. ഹല്ല് മീൻസ് പരിഹാരം. ലി അയ്യ മുഷ്കിലത്തിൻ, ഒരു പ്രശ്നത്തിനും യുദ്ധം പരിഹാരമല്ല. ബൽഹിയ തുസബ്ബിബു അളറാറൻ കസീറത്തൻ, പരിഹാരമല്ല എന്ന് മാത്രമല്ല, അത് ധാരാളം ഉപദ്രവങ്ങൾക്ക്, ധാരാളം ബുദ്ധിമുട്ടുകൾക്ക്, പ്രയാസങ്ങൾക്ക് കാരണമാവുകയാണ് ചെയ്യുന്നത്. തുസബ്ബിബു, കാരണമാവുന്നു. വതുദമ്മിർ കുല്ല ഷൈഇൻ ജമീലിൻ, മനോഹരമായ എല്ലാ കാര്യങ്ങളെയും അത് തകർത്ത് കളയുന്നു. അൽ ഹർബു തുഅ്ദി അന്നാസ, യുദ്ധം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു. ഖാസത്തൻ, പ്രത്യേകിച്ചും. അൽ അത്ഫാല വൻ നിസാ, കുട്ടികളെയും സ്ത്രീകളെയും. അല്ലദീന യജിബു അൻ യഈഷു ബി അമാനിൻ, സമാധാനത്തോടെ, നിർഭയത്വത്തോടെ. അമാൻ മീൻസ് നിർഭയത്വം, നിർഭയത്വത്തോടെ ജീവിക്കൽ അനിവാര്യമായ സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെയാണ് കൂടുതലായും യുദ്ധം ബാധിക്കുന്നത്. യജിബു അൻ നതദക്കറ, നമ്മൾ എപ്പോഴും ഓർക്കൽ നിർബന്ധമാണ്. അന്നനാ ഇഖ്വത്തുൻ, നമ്മൾ സഹോദരങ്ങളാണ് എന്നത് നമ്മൾ ഓർക്കണം. വഅന്നൽ ഉഖുവത വൽ മവദ്ദത, സഹോദര്യവും സ്നേഹവും. ഹിയ ത്വരീഖു സഹീഹ്, അതാണ് ശരിയായ വഴി എന്നും നമ്മൾ ഓർക്കണം. ലിദാലിക, അതുകൊണ്ട്. നഅമലു ജമീഅൻ ലിസ്സലാമി, നമുക്ക് എല്ലാവർക്കും സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കാം. വനർഫുൽ ഹർബ, നമുക്ക് യുദ്ധത്തെ നിരസിക്കാം. ലി നബ്നിയ മുസ്തഖ്ബലൻ അഫ്ളൽ, നല്ലൊരു ഭാവിയെ പടുത്തുയർത്താൻ വേണ്ടി. ഇനി അടുത്ത ചോദ്യം. റത്തിബിൽ കലിമാത്തിലാത്തിയ കമാഫിൽ മിസാൽ, ഉദാഹരണത്തിലുള്ളതുപോലെ വാക്കുകളെ ക്രമീകരിക്കണം. ഇവിടെ വാക്ക് ഒന്നാമത്തേത് ഉദാഹരണമായി കൊടുത്തിരിക്കുന്നു. അസാസ് അൽമാ അൽ ഹയാത്ത്, അസാസ് മീൻസ് അടിസ്ഥാനം, അടിത്തറ. അൽമാ വെള്ളം, അൽ ഹയാത്ത് ജീവിതം. അപ്പോൾ അതെങ്ങനെ ക്രമീകരിച്ചു എന്ന് നോക്കാം. അൽമാ ഉ അസാസുൽ ഹയാത്തി, വെള്ളം ജീവിതത്തിന്റെ അടിസ്ഥാനമാണ്. അതേപോലെ മറ്റുള്ളവയും ചെയ്യാം. ഹലാവത്തുൻ, മധുരം. ഷക്കാവത്തുൻ, ദുരിതം. അസ്സലാമു, സമാധാനം. വൽ ഹർബ്, യുദ്ധം. അത് എങ്ങനെ ക്രമീകരിക്കാം? അസ്സലാമു ഹലാവത്തുൻ വൽ ഹർബ് ഷഖാവത്തുൻ, സമാധാനം മധുരമാണ്, യുദ്ധം ദുരിതമാണ്. അടുത്തത് അല്ലുൽമ്, അക്രമം. ലിദ്ദ, എതിരെ. അല്യദ്, കൈ. നർഫ, നമുക്ക് ഉയർത്താം. നർഫഉൽ യദ ലിദ്ദൽ ലുൽമി, അക്രമത്തിനെതിരെ നമുക്ക് കൈ ഉയർത്താം. ഹുഖൂഖ്, അവകാശങ്ങൾ. അൽ ഇൻസാൻ, മനുഷ്യൻ. ഇഹ്ഫൽ, സംരക്ഷിക്കൂ. അല, മേൽ. ഇഹ്ഫൽ അല ഹുഖൂഖിൽ ഇൻസാനി, മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കൂ. ഓക്കെ. ഇനി ഇഖ്തർ അൽ അസഹ മിനൽ കൗസൈനി, ബ്രാക്കറ്റിൽ നിന്നും ശരിയായത് തിരഞ്ഞെടുക്കാം. നഹ്നു ഡാഷ് ബിലാദന,
നുഹിബു ആണത് ശരി അല്ലെ. ഉഹിബു എന്ന് പറഞ്ഞാൽ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നാണ്. നുഹിബു ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു, തുഹിബു നീ ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ അവൾ ഇഷ്ടപ്പെടുന്നു. അപ്പൊ നെഹ്നു ആയതുകൊണ്ട് നെഹ്നു ഞങ്ങളാണ് അല്ലെ. ഞങ്ങൾ നുഹിബു ഇഷ്ടപ്പെടുന്നു ബിലാദന. ആയിഷത്തു മുമരിളത്തുൻ ആയിഷ ഒരു നേഴ്സാണ്. ബ്രാക്കറ്റിൽ മിസാലിയുൻ മാതൃകയായ എന്നാണ് മിസാലിയുൻ എന്ന് പറഞ്ഞാൽ. മിസാലിയാത്തുൻ അതും ഒരർത്ഥം തന്നെ, മിസാലിയത്തുൻ അതും. പക്ഷെ അവിടെ യോജിക്കുന്നത് മിസാലിയത്തുൻ എന്നാണ്. കാരണം മിസാലിയുൻ എന്നത് മുദക്കറാണ്, മിസാലിയാത്തുൻ എന്നതോ മുഅന്നസാണ്, പക്ഷെ ജം ആണ്. ഇവിടെ ആയിഷയാണ് അല്ലെ. ആയിഷ മുഅന്നസാണ് പക്ഷെ മുഫ്രദാണ്. ആയിഷ മാത്രമല്ലേ ഉള്ളൂ, ഒരാൾ മാത്രമാണ് അല്ലെ. അപ്പോൾ മിസാലിയത്തുൻ എന്നാണ് പറയുക. ഇനി ആയിഷ എന്നതിന് പകരം ആയിഷ വ ഹഫ്സ വ ലൈല അങ്ങനെ 3 പേരുടെ പേരുണ്ടെങ്കിൽ അത് ജം ആയി. അപ്പോൾ മിസാലിയാത്തുൻ എന്ന് പറയണം. മാത്രമല്ല മുമരിളത്തുൻ എന്നുള്ളത് മാറ്റിയിട്ട് മുമരിളാത്തുൻ എന്നും പറയണം. ഇവിടെ ആയിഷ മാത്രമാണ്, അപ്പൊ മുമരിളത്തുൻ മിസാലിയത്തുൻ. ഇനി കുമാർ ത്വാലിബുൻ നശീത്തുൻ കുമാർ ഉന്മേഷവാനായ ഒരു വിദ്യാർത്ഥിയാണ്. ഡേഷ് മുസാരിയോൻ വാലിദുഹു മുസാരിയോൻ അവന്റെ പിതാവ് കർഷകനാണ്. വാലിദുഹ അവളുടെ പിതാവ് എന്നാണ് വാലിദുഹ എന്ന് പറഞ്ഞാൽ. കുമാർ ആകുമ്പോൾ വാലിദുഹു ആണ്. വാലിദു എന്ന് മാത്രം പറഞ്ഞാൽ അർത്ഥം പൂർണ്ണമാവുകയില്ല. അപ്പൊ വാലിദുഹു അവന്റെ പിതാവ്. ഇഖ്റ തർജമത്തെ ഷായരി കവിയുടെ ജീവചരിത്രം വായിക്കാം. വാക്കിമിലിൽ ബയാനത്തി ഷഖ്സിയ എന്നിട്ട് ബയോഡാറ്റ പൂരിപ്പിക്കാം. അഹമ്മദ് ഷൗക്കി ഷായറുൻ മിസ്രിയിൻ അഹമ്മദ് ഷൗക്കി ഒരു ഈജിപ്ഷ്യൻ കവിയാണ്. യുലക്കബ് ബി അമീർ ഷുഅറ അമീർ ഷുഅറ എന്ന അദ്ദേഹത്തിന് പേര് വിളിക്കപ്പെടുന്നു. വുലിദ സനത്ത് 1868 അദ്ദേഹം ജനിച്ചു. ബിൽ കാഹിറ കൈറോയിൽ. വലഹു ഖസായിദ് കസീറത്തുൻ അദ്ദേഹത്തിന് ധാരാളം കവിതകളുണ്ട്. യംതാസു ഷിഅറുഹു ബി ഖുവ്വതിഹി വ ജമാലിഹി അദ്ദേഹത്തിന്റെ കവിത ശക്തി കൊണ്ടും സൗന്ദര്യം കൊണ്ടും സവിശേഷമാണ്. തൂഫിയ അഷാഇറു അദ്ദേഹം മരണപ്പെട്ടു 1932. ഇനി ബയോഡാറ്റ പൂരിപ്പിക്കാം. അൽ ഇസ്മു പേര് എന്താ പേര്? അഹമ്മദ് ഷൗക്കി എന്ന് എഴുതുക. താരിഖുൽ മീലാദ് ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ കൊടുത്തിരിക്കുന്നത് മാത്രം എഴുതിയാൽ മതി അല്ലേ. ഡേറ്റ് കൊടുത്തിട്ടുള്ള വർഷമാണ് കൊടുത്തത്. അപ്പോൾ വർഷം മാത്രം എഴുതുക. 1868 മീലാദിയ അങ്ങനെ മാത്രം എഴുതിയാൽ മതി. വലുതേയും സനത്തും ഒന്നും വേണ്ട. 1868 എന്ന് എഴുതുക, ഒരു മീം ഇടുക. പിന്നെ ഡേഷ് അൽ കാഹിറ എന്നുള്ളത് അല്ലേ. അവിടെ എന്തായിരിക്കും? ജനിച്ചത് കൈറോവിലാണ്, കാഹിറയിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ജനന സ്ഥലം എന്നാണ് എഴുതേണ്ടത്. പ്ലേസ് ഓഫ് ബർത്ത് അതിനെന്ത് പറയും? മക്കാനുൽ മീലാദ്. താരിഖുൽ മീലാദ് ഡേറ്റ് ഓഫ് ബർത്ത്, മക്കാനുൽ മീലാദ് പ്ലേസ് ഓഫ് ബർത്ത്. ഇനി അൽ ലഖബ് അദ്ദേഹത്തിന്റെ ലഖബ് സ്ഥാനപ്പേര് എന്താണ്? അമീർ ഷുഅറ. ബി എന്നൊന്നും വേണ്ട, അമീർ ഷുഅറ എന്ന് മാത്രം എഴുതിയാൽ മതി. അമീർ ഷുഅറ. മീസത്തു ഷെരിഹി അദ്ദേഹത്തിന്റെ കവിതയുടെ പ്രത്യേകത എന്താണ്? അൽ ഖുവ്വത്തു വൽ ജമാലു ശക്തിയും സൗന്ദര്യവും അങ്ങനെ എഴുതുക. ഇനി അടുത്തത് താരിഖുൽ വഫാത്ത് ഡേറ്റ് ഓഫ് ഡെത്ത് അതേതാണ്? 1932. ഓക്കെ. ഇനി ലാഹിൽ നിഖാത്ത് വ മയ്യിസ് മിൻഹ ഔസാഫ് ലോകത്തിൽ അറബിയ താഴെയുള്ള പോയിന്റുകൾ വായിച്ചു നോക്കിയിട്ട് അറബി ഭാഷയുടെ വർണ്ണനകൾ, അറബി ഭാഷയുടെ ഗുണങ്ങൾ കണ്ടെത്തുക. മയ്യിസ് മീൻസ് വേർതിരിക്കുക. അപ്പൊ അത് മാത്രം എടുത്ത് എഴുതിയാൽ മതി. ഒന്നാമത്തത് മിനൽ ഉസ്രത്തി ദ്രാവിഡിയ ദ്രാവിഡ കുടുംബത്തിൽപ്പെട്ടതാണ്. അറബി ഭാഷ ദ്രാവിഡ കുടുംബത്തിൽപ്പെട്ടതാണോ? അല്ല. അപ്പൊ അത് എഴുതണ്ട. ലുഗത്തുൻ ഹിന്ദിയ ഇന്ത്യൻ ഭാഷ അതുമല്ല. ലുഗത്തുൽ ഖുർആനി വൽ ഹദീസ് ഖുർആനിന്റെയും ഹദീസിന്റെയും ഭാഷ അത് അറബി ഭാഷയെക്കുറിച്ചുള്ള ഒരു കാര്യമാണ്, അത് എഴുതാം. പിന്നെ അസ്വാത്തുൻ ജസാബത്തുൻ ആകർഷകമായ വാക്കുകൾ അറബി ഭാഷയിലുണ്ട് അല്ലേ. അപ്പം അതും എഴുതാം. ലുഗത്തുൻ ഹയ്യത്തുൻ നിലനിൽക്കുന്ന ഭാഷ, ഇപ്പോഴും നിലനിൽക്കുന്ന ഭാഷ, അതും അറബി ഭാഷയെക്കുറിച്ച് പറയാം. ഗൈറു ജമീല സൗന്ദര്യമില്ലാത്തത് അല്ല. അറബി ഭാഷ നല്ല സൗന്ദര്യമുള്ള ഭാഷയാണ്. അപ്പം ഇത് മൂന്നുമാണ് അറബി ഭാഷയെക്കുറിച്ചുള്ള വാക്കുകൾ. ഇഖ്റയിൽ ഫിക്രത്ത് വായിദ മുൽസഖൻ അനിസ് സലാമി ഈ ഫിക്രത്ത് പാരഗ്രാഫ് വായിച്ചിട്ട് സമാധാനത്തെക്കുറിച്ചൊരു പോസ്റ്റർ തയ്യാറാക്കുക. അൽ ഇൻസാനു യുഹിബ്ബു സലാമ മനുഷ്യൻ സമാധാനം ഇഷ്ടപ്പെടുന്നു. അസ്സലാമു യുഅത്തി അൽ ഹയാത്ത സമാധാനം ജീവിതം നൽകുന്നു. വത്തുഹ്ലിക്കുഹ അൽ ഹർബ് യുദ്ധം അത് നശിപ്പിക്കുന്നു. ഫൽ നഅലം നമ്മൾ അറിയണം, ഫൽ നഅമൽ നമ്മൾ പ്രവർത്തിക്കണം, ലി അജ്ലി സലാമി സമാധാനത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. വനഖൂമു സഫൻ വാഹിദൻ ലിദ്ദൽ ഹർബി യുദ്ധത്തിനെതിരെ
ഒറ്റ നിരയായി ഒരു അണിയായി നമുക്ക് നിൽക്കാം. അത് യുദ്ധത്തിനെതിരെ നമുക്ക് അണിനിരക്കാം. ഇതൊക്കെ വെച്ചുകൊണ്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കുക അല്ലെ. ഈ സെന്റൻസുകളൊക്കെ ആകർഷകമായ രൂപത്തിൽ വലിപ്പം സലാമു എന്നതാണ് നമ്മുടെ ഇതിന്റെ ഒരു കാതലായ പോയിന്റ് അല്ലെ. അപ്പോൾ സലാം എന്ന് അസ്സലാം എന്ന് മേലെ ഹെഡിങ് പോലെ ഇങ്ങനെ എഴുതുക. പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ താഴെയും സൈഡിലും ഒക്കെ ആക്കി എഴുതുക. സമാധാനത്തെ കുറിച്ച് പറയുന്നതാണ് അല്ലെ. അപ്പോൾ സമാധാനത്തിന്റെ അടയാളമായിട്ട് പ്രാവാണുള്ളത് അല്ലെ. അപ്പൊ പ്രാവിന്റെ ചിത്രം വരയ്ക്കുക. പിന്നെ യുദ്ധം വെടിയാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് ഗണ്ണിന്റെ തോക്കിന്റെ ചിത്രം വരച്ചുകൊണ്ട് അതിനെ ഒരു ഇൻഡു മാർക്ക് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, അത് വേണ്ട എന്നുള്ള അർത്ഥം സൂചിപ്പിക്കുന്ന രൂപത്തിൽ വരക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഒരു പോസ്റ്റർ ഉണ്ടാക്കുക. പിന്നെ ഇഖ്റ തർജമത ഷാഇരി വ അൻഷി മിൻഹ അർബഅത അസ്ഇലത്തിൻ, ഷാഇറിന്റെ ജീവചരിത്രം വായിച്ചുകൊണ്ട് 4 ചോദ്യങ്ങൾ അതിൽ നിന്നും ഉണ്ടാക്കാം. ഏതൊക്കെ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ചോദ്യങ്ങൾ ഉണ്ടാക്കേണ്ടത്? മൻ, ആര്, മത്ത, എപ്പോൾ, മാത, എന്ത്, ഐന, എവിടെ, ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ്. ഇനി പാരഗ്രാഫ് നോക്കാം. ജലീൽ ഹർഅൽ കാത്തിബുൻ മഷ്ഹൂറുൻ ഫി അദബിൽ അത്ഫാൽ. ജലീൽ ഹർഅൽ കുട്ടികളുടെ സാഹിത്യത്തിലെ പ്രശസ്തനായ ഒരു എഴുത്തുകാരനാണ്. ഉലിദ ഫി ബഗ്ദാദ് സനത 1960 അദ്ദേഹം ബഗ്ദാദിൽ ജനിച്ചു. കതബ അഗാനി കസീറ, ധാരാളം പാട്ടുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. മിൻഹ, അതിൽപ്പെട്ടതാണ് ലുഗത്തി അൽ അറബിയ എന്ന ഗാനം. ഹസല അല ജവാഇസ കസീറ, അദ്ദേഹത്തിന് ധാരാളം അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. തുർജിമത്ത് അമാലുഹു ഇല ലുഗത്തിൽ ഇൻജിലീസിയത്തി വൽ അൽമാനിയത്തി വൽ ഫാരിസിയത്തി, അദ്ദേഹത്തിന്റെ രചനകൾ ഇംഗ്ലീഷിലേക്കും ജർമ്മനിലേക്കും പേർഷ്യനിലേക്കും ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനി ഇത് 4 ചോദ്യങ്ങൾ ഉണ്ടാക്കണം അല്ലെ. ഈ വാക്കുകൾ മൻ, മത്ത, മാത, അതിനെ ഉപയോഗിച്ചുകൊണ്ട് അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഒരു ചോദ്യം, മൻ ഹുവ ജലീൽ ഹർഅൽ, ജലീൽ ഹർഅൽ ആരാണ്? അതിന്റെ ഉത്തരം ജലീൽ ഹർഅൽ കാത്തിബുൻ, എഴുത്തുകാരനാണ് അല്ലെ. ഇനി മത്താബുലിത ജലീൽ ഹർഅൽ, ജലീൽ ഹർഅൽ എപ്പോഴാണ് ജനിച്ചത്? മാതാ കതബ ജലീൽ ഹർഅൽ, ജലീൽ ഹർഅൽ എന്താണ് എഴുതിയത്? കതബ അഗാനിയ അല്ലെ, അദ്ദേഹം കവിതകൾ അല്ലെങ്കിൽ ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഐന ഉലിദ ജലീൽ ഹർഅൽ, ജലീൽ ഹർഅൽ എവിടെയാണ് ജനിച്ചത്? ഈ 4 വാക്കുകൾ കൊണ്ട് അങ്ങനെ ചോദ്യങ്ങൾ ഉണ്ടാക്കാം. ഇനി അടുത്തത്, നഅതൻ മുനാസിബൻ, അനുയോജ്യമായ ഒരു നഅത്ത് വെക്കണം. കമാഫിൽ മിസാൽ, ഉദാഹരണത്തിലുള്ളത് പോലെ. ഫിൽ മദ്രസത്തി മൈദാനുൻ കബീറുൻ, അതാണ് ഉദാഹരണം. സ്കൂളിൽ വലിയൊരു ഗ്രൗണ്ട് ഉണ്ട്. ഇനി അടുത്ത്, ഫിസ് സൂഖി മഹല്ലാത്തുൻ കസീറത്തുൻ, കസീറത്തുൻ എന്ന് എഴുതിയാൽ മതി, കസീറാത്തുൻ എന്ന് എഴുതണമെന്നില്ല. ഫിസൂക്കി, മാർക്കറ്റിൽ ധാരാളം ഷോപ്പുകളുണ്ട്. അടുത്തത്, ഇന്ത്യ കലമുൻ ഡാഷ്, ഇന്ത്യ കലമുൻ, എൻ്റെ അടുക്കൽ ഒരു പേനയുണ്ട്. ഒരു നേരത്തെ വെക്കുക, ഇന്ത്യ കലമുൻ ജദീദുൻ, എൻ്റെ അടുക്കൽ പുതിയൊരു പേനയുണ്ട്. ഖറഅതു കിതാബൻ മുഫീദൻ, ഞാൻ ഉപകാരപ്രദമായ ഒരു പുസ്തകം വായിച്ചു. കിതാബൻ, പുസ്തകം, മുഫീദൻ, ഉപകാരപ്രദമായ. അപ്പോൾ നേരത്തെ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മന്നൂത്ത് എങ്ങനെയാണോ ഉള്ളത് അതേപോലെ ആയിരിക്കണം നാത്തും. മന്നൂത്ത് മുഫ്രദാണെങ്കിൽ നാത്ത് മുഫ്രദായിരിക്കണം. മന്നൂത്തിന്റെ ഇറാബ് നസ്ബാണെങ്കിൽ നാത്തിന്റെയും നസ്ബായിരിക്കണം. മന്നൂത്തിൻ്റെത് റഫാണെങ്കിൽ നാത്ത് റഫായിരിക്കണം. അതേപോലെ മന്നൂത്തിന് അലിഫ്ലാം ഉണ്ടെങ്കിൽ നാത്തിനും ഉണ്ടായിരിക്കണം. മന്നൂത്തിന് അലിഫ്ലാം ഇല്ലെങ്കിൽ നാത്തിനും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ നാത്ത് മന്നൂത്ത് പോലെ തന്നെ ആയിരിക്കണം നാത്തും ഉണ്ടാകേണ്ടത്. ഇനി അജിബൻ സലാസത്തിൻ ഫഖത്ത്, 3 എണ്ണത്തിന് മാത്രം ഉത്തരം എഴുതുക. അഴുത ഖുതുബത്ത തഹ്നിയത്തിൻ, ഒരു അനുമോദന പ്രസംഗം തയ്യാറാക്കുക. ലി തക്രീമി ത്വാലിബിൽ ഫായിസി ഫി മുസാബഖത്തി അൽ ഖിറാഅത്തി ഫി മദ്രസത്തിക, നിന്റെ സ്കൂളിലെ വായനാ മത്സരത്തിൽ വിജയിച്ച വിദ്യാർത്ഥിയെ ആദരിച്ചുകൊണ്ടുള്ള ഒരു അനുമോദന പ്രസംഗം തയ്യാറാക്കണം. ബി മുസാദത്ത് നിക്കാത്തി, ഈ പോയിന്റുകളുടെ സഹായത്തോടെ. എന്തൊക്കെയാണ് പോയിന്റുകൾ? അയ്യുഹൽ അസാത്തിദത്തു വൽ അസ്തിഖാ, അധ്യാപകരെ, കൂട്ടുകാരെ. ബിബാലിഗ് സുറൂർ, അങ്ങേയറ്റം സന്തോഷത്തോടെ. ഫഖറുൽ മദ്രസ, സ്കൂളിന്റെ അഭിമാനം. അത്വാലിബുൽ മിസാലിയു, മാതൃകാ വിദ്യാർത്ഥി. അഹമ്മിയത്തുൽ ഖിറാഅത്തി, വായനയുടെ പ്രാധാന്യം. തഹ്നിയത്തുൻ ഹാറത്തുൻ, ഊഷ്മളമായ അനുമോദനം. ഇതൊക്കെ വെച്ചുകൊണ്ടൊരു പ്രസംഗം ഇങ്ങനെ തയ്യാറാക്കാം. അയ്യുഹൽ അസാത്തിദത്തു വൽ അസ്തിഖാ, വിദ്യാർത്ഥികളെ, ഉസ്താദുമാരെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നഹ്നു സുഅദ, ഇതിന്റെ മുമ്പിൽ വേണമെങ്കിൽ അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്, അത് വെക്കാം. നഹ്നു സുഅദാ ജിദ്ദൻ അൽയൗം, ഇന്ന് നമ്മൾ വളരെയധികം സന്തോഷവാന്മാരാണ്.
വജ്തമന ഹുന നമ്മളിവിടെ ഒരുമിച്ച് കൂടി ബിബാലിഹി സുറൂരി അങ്ങേയറ്റം സന്തോഷത്തോടെ ലിനുകരിമ ബത്തലന മുഹമ്മദ് നമ്മുടെ ഹീറോയായ മുഹമ്മദിനെ ആദരിക്കാൻ വേണ്ടി. കുട്ടിയുടെ ഒരു പേര് വെച്ചു കൊടുത്തു അല്ലെ. അല്ലദീ ഫാസഫി മുസാബഖത്തുൽ ഖിറാഅത്തി വായനാ മത്സരത്തിൽ വിജയിച്ച. ഇന്നഹു താലിബുൻ മിസാലിയുൻ അവൻ മാതൃകാ വിദ്യാർത്ഥിയാണ്. ഫഖ്റു മദ്രസത്തിന നമ്മുടെ സ്കൂളിന്റെ അഭിമാനമാണ് അവൻ. ഹുവ യുഹിബ്ബുൽ ഖിറാഅത്ത് അവൻ വായന ഇഷ്ടപ്പെടുന്നു. വ അലൈന അൻ നഅലമ നമ്മൾ അറിയണം ബി അന്നൽ ഖിറാഅത്ത മുഹിമ്മത്തുൻ ജിദ്ദൻ വായന വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് നമ്മൾ അറിയണം. ഫി ഹയാത്ത് തുല്ലാബി വിദ്യാർത്ഥികളുടെ ജീവിതത്തിൽ. വൽ ഖിറാഅത്തു തജ്അലുന അദ്കിയ വായന നമ്മളെ ബുദ്ധിമാന്മാരാക്കുന്നു. ഓക്കെ. വനുഖദ്ദിമു ലി മുഹമ്മദിന് നമ്മൾ നേരുന്നു തഹ്നിയത്തൻ ഹാറത്തൻ ഊഷ്മളമായ അനുമോദനം മിനൽ ഖൽബ് ഹൃദയത്തിൽ നിന്ന്. ശുക്രൻ ലക്കും ജമിയൻ എല്ലാവർക്കും നന്ദി നേരുന്നു, നന്ദി അറിയിക്കുന്നു. ഇനി ലഖിയ റാഷിദുൻ വ സിനാനുൻ ഫിൽ മൈദാനി റാഷിദും സിനാനും ഗ്രൗണ്ടിൽ വെച്ച് കണ്ടുമുട്ടി. അസ്ന മിഹ്റജാനി റിയാദാത്തി സ്പോർട്സ് മത്സരങ്ങൾ നടക്കുന്നതിനിടെ രണ്ടുപേര് കണ്ടുമുട്ടി. അൽ മദ്രസി സ്കൂളിലെ. വജറ ബൈനഹുമ ഹിവാറുൻ അവർക്കിടയിൽ ഒരു ഹിവാർ നടന്നു. ആയത്തൽ ഹിവാർ മിനൽ ഖയാൽ ആ ഒരു ഹിവാറിനെ നിങ്ങൾ നിങ്ങളുടെ ഭാവനയിൽ നിന്നും തയ്യാറാക്കണം. അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. നമ്മൾ പാഠഭാഗത്ത് പഠിച്ച ഹിവാർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതേ ഹിവാർ തന്നെ എഴുതിയാൽ മതി. നമ്മൾ പാഠഭാഗത്ത് പഠിച്ച ഹിവാറാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. മാറ്റങ്ങൾ പറയാം. ഇവിടെ പേരുകൾ മാറ്റുക. രാജു രാമു എന്നാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. പേര് ചോദ്യത്തിലുള്ള പേര് എഴുതുക. അഹ്ലൻ അഹ്ലൻ വെൽക്കം വെൽക്കം. മത്ത വസൽത്ത നീ എപ്പോൾ എത്തി? അഹ്ലൻ വസഹലൻ വെൽക്കം. വസൽത്തുല്ല ഞാൻ ഇപ്പോഴെത്തി. രാമു ഹാദ യോമുൻ ജമീലിൻ ഇത് മനോഹരമായ ഒരു ദിവസമാണിന്ന്. നാം യോമു സുറൂരിഫി ഖറിയത്തിന എന്നത് മാറ്റിയിട്ട് യോമു സുറൂരിഫി മദ്രസത്തിന നമ്മുടെ സ്കൂളിലെ സന്തോഷത്തിന്റെ ദിവസമാണ്. ഹലറൽ ജമീഉ മുബക്കിരീന എല്ലാവരും നേരത്തെ എത്തിയിട്ടുണ്ട്. അപ്പോൾ രാമു അജീബ് ജിദ്ദൻ വളരെ അത്ഭുതം. ഖദ് ഹദറ റിജാലു നിസാ അത് എഴുതണമെന്നില്ല. റിജാലു നിസാവും ഷുയൂഹുമെന്നും വേണ്ട. നമുക്ക് എന്ത് എഴുതാം? ഖദ് ഹദറ ജമീഉ തുല്ലാബി എല്ലാ വിദ്യാർത്ഥികളും എത്തിയിട്ടുണ്ട് എന്ന് എഴുതാം. പിന്നെ രാജു അത്തുഷാരിക ഫിൽ മുസാബക്ക നീ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ടോ? രാമു നാം അതെ. ഉരീദു അൻ ഉഷാരിക ഫി മാരത്തോൺ ഞാൻ മാരത്തോണിൽ പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്നു. ആ മാരത്തോൺ എന്ന് മാറ്റി വേറെ ഏതെങ്കിലും മത്സരത്തിന്റെ പേര് വെച്ചാൽ മതില്ലേ. ഇനി ഉരീദു ഫിൽ ഖഫ്സി എന്നോ എന്ത് വേണമെങ്കിലും വെക്കാം. അത്തമന്ന ലക്ക അൻ നജാഹ ഞാൻ നിനക്ക് വിജയം നേരുന്നു. ശുക്രൻ താങ്ക് യു. ഫി ഐ മുസാബക്കത്തിൻ തുഷാരിക്കു? ഫി റുക്കൂബി ദറാജ ഞാൻ സൈക്കിളോട്ടത്തിലാണ്. ഐവ ഹൽ തുമാരി സുഹ കുല്ലയോമിൻ നീ അതെല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യാറുണ്ടോ? നാം അതെ. അത്തമാരി സുമുൻസു സനവാത്ത് ഞാൻ വർഷങ്ങളായി പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അഹ്സൻ തഗുഡ് ഫഅൻതൽ ഫായിസുഹന അപ്പോൾ നീയാണ് ഇന്നത്തെ വിജയി. അതാ ജാ അൽ ബലാവ് അതാ അറിയിപ്പ് എത്തി, അനൗൺസ്മെന്റ് എത്തി. ബി ബിദായത്തിൽ മുസാബക്കത്തി മത്സരം തുടങ്ങുന്നതിനെ കുറിച്ച്. ദഅനി അറൂഹ് ഞാൻ പോട്ടെ. തബാൻ തീർച്ചയായും. വൈലൈക മിന്നി അത്യബ് തഹാനി എനിക്ക് അനുമോദനം എന്താണ് ആശംസകൾ വിജയാശംസകൾ ഞാൻ നേരുന്നു. ഓക്കെ. ഇനി ഇഖ്റ തഖ്രീറ താഴെയുള്ള റിപ്പോർട്ട് വായിക്കാം. വായിദൽ ബർനാമജ് എന്നിട്ട് പ്രോഗ്രാം തയ്യാറാക്കാം. അതായത് പ്രോഗ്രാം നോട്ടീസ് തയ്യാറാക്കാം. ഇന്ദഹ അൽ മിഹ്റജാനുൽ ഫന്നിയു കലാമേള കഴിഞ്ഞു. അൽ മദ്രസിയു സ്കൂൾ കലാമേള കഴിഞ്ഞു. ഫിൽ മദ്രസത്തിൽ ഹുക്കൂമിയത്തി കാലിക്കറ്റ് കോഴിക്കോട് ഗവൺമെന്റ് സ്കൂളിൽ വെച്ച്. ഇഫ്തതഹ ഉളുവുൽ മജ്ലിസി തശ്രീഇ ഹഫ്ലത്തുൽ ഖിതാം ഇത് വായിക്കുമ്പോൾ ഈ ആരൊക്കെയാണ് ഉദ്ഘാടനം ചെയ്തത് എന്നുള്ളതൊക്കെ ഓർത്ത് വെക്കുക. ഉളുവുൽ മജ്ലിസി തശ്രീഇ മീൻസ് എം എൽ എ ഇഫ്തതഹ ഉദ്ഘാടനം ചെയ്തു. ഹഫ്ലത്തുൽ ഖിതാമി സമാപന സമ്മേളനം. വഖാമ ബി തൗസീഉൽ ജവായിസ് അദ്ദേഹം സമ്മാനങ്ങൾ വിതരണം ചെയ്തു. അപ്പോൾ ഉദ്ഘാടനം ചെയ്തതും സമ്മാനം വിതരണം ചെയ്തതും ആരാണ്? ഉളുവുൽ മജ്ലിസ് തശ്രീഇ എം എൽ എ ആണ്. റഅസ റഈസുൽ മജ്ലിസിൽ ഖറവി അൽ ഹഫ്ലത്ത യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. റഅസ മീൻസ് അധ്യക്ഷത വഹിച്ചു. ആര്? റഈസുൽ മജ്ലിസിൽ ഖറവി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. അൽ ഹഫ്ലത്ത ഈ യോഗം അധ്യക്ഷത വഹിച്ചത് ഇദ്ദേഹമാണ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ്. വ അൽഖ റഈസു ജമിയത്തുൽ ഔസിയാ വൽ മുദരിസീന റഈസു ജമിയത്തുൽ ഔസിയാ വൽ മുദരിസീൻ മീൻസ് PTA പ്രസിഡന്റ് അൽഖ പ്രസംഗം നടത്തി എന്നതിന് അൽഖ എന്നാണ് ഉപയോഗിക്കുക. PTA പ്രസിഡന്റും വ അമീനുൽ ലജ്നത്തുൽ മുദരിസീന സ്റ്റാഫ് സെക്രട്ടറിയും അതായത് സ്കൂളിലെ ടീച്ചേഴ്സിന്റെ
പ്രതിനിധി, ടീച്ചേഴ്സിന്റെ സെക്രട്ടറി. ഇവര് രണ്ടുപേരും എന്താണ് നടത്തിയത്? അൽഖ കലിമാത്തി തഹാനി, അനുമോദന പ്രസംഗം, അതായത് ആശംസാ പ്രസംഗം. ഒരു ചടങ്ങാകുമ്പോൾ അതിൽ ആശംസാ പ്രസംഗം ഉണ്ടാകും. അതാണ് ഇവരെ രണ്ടുപേരും നടത്തിയത്. ഇനി റഹബ നാദിറുൽ മദ്രസത്തി ബിൽ ഹഫ്ലി, യോഗത്തിലെ ഹെഡ് മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. റഹബ സ്വാഗതം പറഞ്ഞു. വഅദ്ദ അരീഫുൽ മദ്രസത്തി കലിമത്ത് ശുക്രി, സ്കൂൾ ലീഡർ നന്ദി പ്രസംഗം നടത്തി. കലിമത്ത് ശുക്ർ, നന്ദി പ്രസംഗം. ആരാണ്? അരീഫുൽ മദ്രസ, സ്കൂൾ ലീഡർ. ഇനി പ്രോഗ്രാം തയ്യാറാക്കാം. അത്തറഹീബ്, സ്വാഗതം. ആരാണ് സ്വാഗതം? നാദിറുൽ മദ്രസ, അല്ലെ? നാദിറുൽ മദ്രസ എന്നവിടെ എഴുതുക, ഹെഡ് മാസ്റ്റർ. ഇനി ഡാഷ് റയീസുൽ മജ്ലിസിൽ കറവി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്താ ചെയ്തത്? റഅസ എന്നുണ്ട് അല്ലെ, ഇത് അധ്യക്ഷത വഹിച്ചു. അപ്പൊ ഇവിടെ എന്ത് എഴുതും? റഅസ എന്നാണോ എഴുതേണ്ടത്? അധ്യക്ഷത വഹിച്ചു എന്നാണോ എഴുതുക? അല്ല, അധ്യക്ഷത എന്നാണ് എഴുതേണ്ടത്. അപ്പൊ അതിന്റെ വാക്ക് റിആസത്ത് എന്നാണ്. അത്തർഹീബ് എന്ന് എഴുതിയതുപോലെ റിആസത്ത്. റഹബ സ്വാഗതം പറഞ്ഞു, അത്തർഹീബ് സ്വാഗതം പറയൽ. അതേപോലെ റിആസത്ത് അധ്യക്ഷത വഹിക്കൽ, അതായത് അധ്യക്ഷത. ആരാണത്? റയീസുൽ മജ്ലിസ് കറവി. ഇനി അൽ ഇഫ്തിതാഹ്, ഉദ്ഘാടനം. ആരാണ് ഉദ്ഘാടനം ചെയ്തത്? ഉളുവുൽ മജ്ലിസി തശ്രീഇ, MLA അല്ലെ? അപ്പൊ അൽ ഇഫ്തിതാഹിന്റെ നേരെ ഉളുവുൽ മജ്ലിസി തശ്രീഇ എഴുതുക. ഇനി തൗസീഉൽ ജവായിസ്, സമ്മാനം വിതരണം. തൗസീഉൽ ജവായിസ് മീൻസ് സമ്മാന വിതരണം. അതും ആരാണ്? ഉളുവുൽ മജ്ലിസി തശ്രീഇ ആണ് അല്ലെ, MLA ആണ്. അത്തഹാനി, ആശംസകൾ. ആരൊക്കെയാണ് ആശംസകൾ? റയീസു ജംഇയ്യത്തുൽ ഔസിയ വൽ മുദർരിസീൻ, ഒന്ന് അദ്ദേഹം. ആര്? റയീസു ജംഇയ്യത്തുൽ ഔസിയ വൽ മുദർരിസീൻ മീൻസ് PTA പ്രസിഡന്റ്. രണ്ടാരാണ്? രണ്ടാമത്തത് അമീനുൽ ലജ്നത്തുൽ മുദർരിസീൻ, സ്റ്റാഫ് സെക്രട്ടറി. അപ്പോൾ ഒന്ന് അയാളും രണ്ടാമത്തെ ഇയാളും എഴുതുക. പിന്നെ അടിയിൽ ഒരു വരി മുഴുവനായിട്ട് എഴുതണം. അതെന്ത് എഴുതാം? കലിമത്ത് ശുക്ർ, നന്ദി പ്രസംഗം. ആരാണ്? അരീഫുൽ മദ്രസത്തി, സ്കൂൾ ലീഡർ. അങ്ങനെ എഴുതുക. ഇനി ഉക്തുബ് ബയാനം വസ്ഫിയൻ അൻ മദ്രസത്തിക, നിന്റെ സ്കൂളിനെ കുറിച്ചൊരു ബയാൻ, ഒരു വിവരണം തയ്യാറാക്കാം. സ്കൂളിനെ കുറിച്ച് നിങ്ങൾക്കറിയുന്നത് പോലെ ഒരു വിവരണം തയ്യാറാക്കുക. അതൊരു മോഡലായിട്ട് ഇവിടെ എഴുതി നോക്കാം. അദ്റുസു ഫീ മദ്രസത്തിൻ കബീറത്തിൻ, ഇതാണ് അവിടെ കൊടുത്തിരിക്കുന്ന വാചകം അല്ലെ. ഞാൻ ഒരു വലിയ സ്കൂളിൽ പഠിക്കുന്നു. ഫീഹ അൽ കസീർ മിൻ അൽ ഫുസൂൽ, അവിടെ ധാരാളം ക്ലാസ്സുകളുണ്ട്. മദ്രസത്തി ലൈസത്ത് ഫഖത്ത് മബ്ന, എൻ്റെ സ്കൂള് വെറും ഒരു മബ്നൻ, ഒരു ബിൽഡിംഗ് അല്ല. ബൽഹിയ മക്കാനുൽ ലിത്തഅല്ലുമി വല്ലഅബ്, കളിയുടെയും പഠനത്തിന്റെയും ഒരു സ്ഥലമാണത്. ലദൈന സാഹത്തുൻ കബീറത്തുൻ, ഞങ്ങൾക്ക് വലിയൊരു മുറ്റമുണ്ട്. നൽഅബു ഫിഹ ഖുറത്തുൽ ഖദമി, ഞങ്ങൾ അവിടെ ഫുട്ബോൾ കളിക്കാറുണ്ട്. വനഖദി ഫിഹ വഖ്ത റാഹത്ത്, വിശ്രമത്തിനുള്ള സമയം ഞങ്ങൾ അവിടെ ചിലവഴിക്കും. കമാ തംതലിക്കുൽ മദ്രസത്തു, അതേപോലെ മദ്രസയിലുണ്ട് മക്തബത്തൻ ജമീലത്തൻ ജിദ്ദൻ, വളരെ മനോഹരമായ ഒരു ലൈബ്രറി. മലിയത്തൻ ബിൽ കുത്തുബി വൽ മജല്ലാത്തി, പുസ്തകങ്ങളാലും മാഗസിനുകളാലും നിറഞ്ഞ ഒരു ലൈബ്രറി. അല്ലത്തി തുസായിദുന അലൽ ഖിറാഅത്തി വൽ ബഹ്സി, ഞങ്ങളെ ഗവേഷണം ചെയ്യാനും വായിക്കാനും സഹായിക്കുന്ന ഒരു ലൈബ്രറി അവിടെയുണ്ട്. മുഅല്ലിമൂന ലത്തീഫുന വ മുജ്തഹിദുന, ഞങ്ങളുടെ അധ്യാപകരൊക്കെ സ്നേഹമുള്ളവരും കഠിനാധ്വാനികളുമാണ്. യുഅല്ലിമൂനന, അവർ ഞങ്ങളെ പഠിപ്പിക്കുന്നു. ബിഹുബ്ബിൻ വസബ്രിൻ, സ്നേഹത്തോടെയും ക്ഷമയോടെയും. വയജഅലൂന ദുറൂസ സഹലതൻ, അവർ ഞങ്ങൾക്ക് പാഠങ്ങളെ എളുപ്പമാക്കി തരുന്നു. വമുംതിഅതൻ, ആസ്വാദികരമാക്കി തരുന്നു. അധ്യാപകർ ആസ്വാദികരമായി ഞങ്ങൾക്ക് പാഠമെടുക്കാറുണ്ട്, വളരെ എളുപ്പത്തിൽ പറഞ്ഞു തരാറുണ്ട്. ദേഷ്യമൊന്നും ആവശ്യത്തിന് മാത്രമേ പിടിക്കാറുള്ളേ. ഫി മദ്രസത്തി, എൻ്റെ സ്കൂളിൽ, നതഅല്ലമു, അവിടെ ഫി മദ്രസത്തി എന്ന് മാറ്റിയിട്ട് ഫിൽ മദ്രസത്തി എന്നാക്കുക. അല്ലെങ്കിൽ ഫിൽ മദ്രസത്തി എന്ന് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. നതഅല്ലമു അന്നകൂന അലിഫ്ലാമ് വേണ്ട, അസ്വാലിഹീന വേണ്ട, അന്നകൂന സ്വാലിഹീന എന്ന് മതി. നതഅല്ലമു, ഞങ്ങൾ പഠിക്കുന്നു. അന്നകൂന സ്വാലിഹീന, നല്ലവരായി തീരാൻ വേണ്ടി. അന്നതാവന, അതേപോലെ സഹകരിക്കാൻ വേണ്ടി, പരസ്പര സഹകരണത്തിന് വേണ്ടി. വനഹത്തരിമൽ ജമിയ, എല്ലാവരെയും ബഹുമാനിക്കാൻ വേണ്ടി. ഇതൊക്കെ ഞങ്ങൾ പഠിക്കുന്നു. ബഹുമാനിക്കലും സഹകരണവും ഒക്കെ ഞങ്ങൾ പഠിക്കുന്നുണ്ട്. ഇന്നഹ അഫ്ളലു മക്കാനിൻ, അത് ഏറ്റവും നല്ല സ്ഥലമാണ്. ലിതഅല്ലുമിൽ ഇൽമി വൽ അഖ്ലാഖ്, സ്വഭാവവും വിജ്ഞാനവും അറിവും പഠിക്കാനുള്ള ഏറ്റവും നല്ല സ്ഥലമാണ് സ്കൂൾ എന്നത്. ഓക്കെ, ഇത്രയുമാണ് ചോദ്യങ്ങളുള്ളത്.